ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സമവാക്യ ജോഡികൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. പേജ് നമ്പർ 18 5ാമത്തെ ചോദ്യം സ്ക്രീനിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ചോദ്യം ഒന്ന് വായിക്കാം. An object start with a speed of u meter per second and travel along a straight line. If the speed increases at the rate of a meter per second every second, the distance traveled in time t second is ut plus half at square. The distance traveled in 2 seconds is 10 meter and distance traveled in 4 seconds is 28 meters. What was the starting speed? What is the rate of speed is increasing? അതായത് ഒരു വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ആ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴുള്ള സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓരോ സെക്കൻഡിലും അതിൻ്റെ സ്പീഡ് എ മീറ്റർ പെർ സെക്കൻഡിൽ കൂടി വരുന്നുണ്ട്. ടി സെക്കൻഡ് ആവുമ്പോഴുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 2 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് 10 മീറ്ററും 4 സെക്കൻഡിൽ ഒബ്ജക്റ്റ് 28 മീറ്ററും സഞ്ചരിച്ചെങ്കിൽ എ എത്ര യു എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഡിസ്റ്റൻസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്. ഇക്വേഷൻ ടി സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 10 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു അറിയില്ല, യു ഇൻറ്റു ടി 2 യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ അറിയില്ല ഇൻറ്റു 2 സ്ക്വയർ സമം 2 സെക്കൻഡിൽ 10 മീറ്റർ ആണ്. 10 സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 2 സെക്കൻഡ് ടൈമാണ് ഇക്വേഷനിൽ കൊടുത്തു. ഇനി നമുക്ക് 2 ഇൻറ്റു യു 2u പ്ലസ് 1/2 ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ 4 ഈക്വൽ ടു 10. 2u പ്ലസ് 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 1 ഇൻറ്റു 2 2 2 ഇൻറ്റു 2 4 1 ഇൻറ്റു 2 ഇൻറ്റു എ 2a ഈക്വൽ ടു 10. 2 ഇൻറ്റു യു പ്ലസ് എ ഈക്വൽ ടു 10. ഇൻറ്റു 2 ഈക്വൽ ടുൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ യു പ്ലസ് എ ഈക്വൽ ടു 10/2. 10/2 എത്രയാണ്? 5. യു പ്ലസ് എ ഈക്വൽ ടു 5. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ആ വസ്തു 2 സെക്കൻഡിൽ 10 മീറ്റർ ചെയ്തു. ഇനി 4 സെക്കൻഡിൽ 28 മീറ്റർ ആണ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ 4 സെക്കൻഡിൽ 4 സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചിരിക്കുന്നത്? 28 മീറ്റർ. ഞാൻ ഇത് നേരത്തെ ചെയ്ത പോലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ഇൻറ്റു ടൈമാണ് എത്ര? ടി. യു ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ ഈക്വൽ ടു 28. 4 ഇൻറ്റു യു 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ 4 ഇൻറ്റു 4 16 ഈക്വൽ ടു 28. 4u പ്ലസ് 1/2 ഇൻറ്റു എ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 1 ഇൻറ്റു 2ഉം 4ഉം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ 16/2 16/2 എത്രയാണ്? 8. അപ്പോൾ 8 എ ഈക്വൽ ടു 28.
സംശയം ഉണ്ടെങ്കിൽ 16 ഹരിക്കണം 2 ചെയ്ത് നോക്കുക. 8 2 16 കിട്ടും. 4u + 8a = 28. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എത്ര കോമൺ എടുക്കാൻ പറ്റും? 4 കോമൺ എടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ 4 എന്ന് പറഞ്ഞാൽ 1 × 4 ആണ് 4. 4u + 4 × 2 ആണ് 8a = 28. രണ്ടിലും 4 കോമൺ ആണ്. ആ 4 കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 4 × 1 × u ബാക്കിയുണ്ട് പ്ലസ് 2 × a 2a = 28. ഇനി u + a u + 2a = ഗുണിക്കണം ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം. അപ്പോൾ 28/4 u + 2a 28/4 7 4 28 7. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. രണ്ട് ഇക്വേഷൻ എഴുതിയെടുക്കാം. u + a = 5. ഇക്വേഷൻ നമ്പർ 1. u + 2a = 7. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. u + 2a = 7 u + a = 5. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ u - u 0 പ്ലസ് 2a ഒരു a കുറച്ച് കഴിഞ്ഞാൽ a 7 - 5 2 a = 2 കിട്ടി. ഒന്ന് a ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഇനി u ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ a = 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? u + a = 5. a എത്രയും നമുക്ക് കിട്ടി? a 2. അപ്പോൾ u + 2 = 5. u ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 - 2 = 3. നമുക്ക് യുവും കിട്ടി എയും കിട്ടി. ഇതാണ് 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം. A 2-digit number is equal to 6 times the sum of the digits. The number got by interchanging the digit is 9 more than 4 times the sum of the digit. What is the numbers? അതായത് രണ്ട് നമ്പറുകളുണ്ട് എക്സ് വൈ. ആദ്യം ഈ രണ്ട് നമ്പറിനെ സാധാ എഴുതുന്ന പോലെ എഴുതുക. ശേഷം ആ നമ്പറിനെ എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതുക? ആദ്യത്തെ നമ്പർ എക്സ്, രണ്ടാമത്തെ നമ്പർ വൈ. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ വൈ, രണ്ടാമത്തെ നമ്പർ എക്സ് ആയിരിക്കും. നമ്മൾ ഇതിനെ സ്ഥാനവില വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഇത് വൺസ്, ഇത് ടെൻസ്. അപ്പോൾ എഴുതുമ്പോൾ വൺസിൻ്റെ പ്ലേസ് വാല്യൂ 1 ആയിട്ടാണ് ഗുണിക്കുക, ടെൻസിൻ്റെ 10 ആയിട്ട് ഗുണിക്കും. അപ്പോൾ വൈ + 10x എന്ന് എഴുതും. തിരിച്ച് രണ്ടാമത്തെ സംഖ്യയാണെങ്കിലോ ആദ്യത്തെ എക്സ് ഇവിടെ വൈ ആയിരിക്കും. അപ്പോൾ 10y + x എന്ന് എഴുതി. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 10x + y എന്ന് പറഞ്ഞ ഈ നമ്പർ ഉത്തരം എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് നമ്പറുകളുണ്ട്. ഏതാണ്? എക്സും വൈയും. ആ രണ്ട് എക്സ് വൈ എന്ന നമ്പറുകളുടെ സമ്മിൻ്റെ 6 ടൈംസ് ആണ് ഏത്? നമ്മൾ എടുത്ത നമ്പറായിട്ടുള്ള 10x + y. നമ്പർ ഏതാണ്? 10x + y. ആ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ 6 ടൈം ആയിരിക്കും നമ്മളെടുത്ത സംഖ്യ. അതേപോലെ തന്നെ ഈ നമ്പേഴ്സിൽ എടുത്ത ഈ എക്സ് വൈന് ഇൻ്റർചേഞ്ച് കിട്ടുന്ന നമ്പർ ഏതാണ്? 10y + x. ഈ 10y + x എന്ന് പറയുന്നത് നമ്മളെടുത്ത നമ്പറുണ്ട് എക്സ് + വൈ. എക്സ് + വൈ എത്രയാണോ അതിൻ്റെ 4 ടൈംസ് ചെയ്ത് 9 ആഡ് ചെയ്യുക. 4 ടൈംസ് എടുത്തിട്ട് 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അക്ഷരസംഖ്യകളെ മാറ്റി എഴുതുമ്പോൾ ഉള്ള സംഖ്യ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുക? 6നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × x 6x + 6y. ഈ 10x + y അതുപോലെ എഴുതുക. ഇനി ഒരേപോലെയുള്ള നമ്പേഴ്സ് ഒരുപോലെ ആക്കുക. അതായത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് അക്ഷരങ്ങളെയൊക്കെ ഒരുമിച്ച് എഴുതുക. ഇവിടെ 10x ഉണ്ട്. 10x + y + x ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -6x +6y പോകുമ്പോൾ -6y ഈക്വൽ ടു നമ്പറൊന്നും ഇല്ല. അപ്പോൾ എന്താ? ഈക്വൽ ടു 0. അതേപോലെ ഇനി നമ്മളിത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം.
10x എന്ന് -6 10x എന്ന് 6x പോയി കഴിഞ്ഞാൽ ബാക്കി 10 - 6 4x പ്ലസ് y -6y. ചെറുതെന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. -5y എന്ന് കിട്ടും. ഇനി 4x -5y = 0. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് 4x - 5y = 0 എന്ന് കിട്ടി. ഇതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? മാറ്റി ചെയ്യണം. ഇക്വേഷൻ എടുത്ത് എഴുതാം. 10y + x = 9 + 4 × x + y. 10y + x = 9 + 4നെ ഈ ബ്രേക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × x 4x + 4 × y 4y. ഇനി 10x + x അക്ഷരങ്ങളെയൊക്കെ ഈക്വൽ ടു കൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. +4x - 4x + y -4y = ഇവിടെ ആരുണ്ട് ബാക്കി? 9 ബാക്കിയുണ്ട്. ഇനി ഒരേ അക്ഷരങ്ങൾ വരുന്നത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 10x - 4x 10x എന്ന് -4x പോയി കഴിഞ്ഞാൽ 10 4 പോയി കഴിഞ്ഞാൽ ബാക്കി 6. 10y + x -4x -4y = 9. ഇനി ഒരുപോലെ നമ്പേഴ്സ് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇവിടെ -4x അതേപോലെ x -4x എത്ര? -3x. എങ്ങനെയാണ് വന്നത്? ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. -3x. 10y - 4y 10 4 പോയി കഴിഞ്ഞ് ബാക്കി 6 -6y = 9. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം. അതായത് ഇവിടെ x 3 6y 9. ഇതിലെ നമുക്ക് ഇവിടെ 3x മാറ്റി അവിടെ x എന്ന ടേം ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 ടേമിനും എത്ര അഴിച്ചാൽ മതി? ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിനും 3 ആയി ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യാനാണ്? ഇവിടെ x എന്ന ടേം ആക്കാൻ വേണ്ടിയിട്ട് 3/3 1 -x 1 എന്ന് സംഖ്യയിലും കുഴപ്പമില്ല. -x മൈനസ് ഇവിടെ 6y/3 10y - 4y + 6y + 6/3 6/3 2 × 3 ആണ് 6 2y = 9/3 3 × 3 ആണ് 9 -x + 2y = 3 എന്ന് കിട്ടി. നമുക്ക് ഈ 3യുടെ കൂടെയുള്ള മൈനസ് കളയണം. ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷന് മൊത്തം എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു -1 ഡിവൈഡ് ചെയ്യുക. ഗുണിക്കുക. ഗുണിക്കുന്ന സമയത്ത് മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ ഈ മൈനസിനെ ഈ ഇക്വേഷൻ മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ +x മൈനസ് ഇൻറ്റു പ്ലസ് -2y = -1 × 3 -3 എന്ന് കിട്ടും. അപ്പോൾ x - 2y = -3. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് ഇനി രണ്ട് ഇക്വേഷനും ഒന്ന് എഴുതിയെടുക്കുക. 4x - 5y = 0 ഇക്വേഷൻ നമ്പർ 1. x - 2y = -3 ഇക്വേഷൻ നമ്പർ 2. ഇതിലെ എക്സ് ടേം ഒരുപോലെയല്ല, വൈ ടേമും ഒരുപോലെയല്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം എന്താക്കാൻ പോവുകയാണ്? ഒരുപോലെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എക്സ് ടേമിനെ 4 ആക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സ്, ഇവിടെ 4x. അപ്പോൾ ഈ എക്സിനെ എത്ര പിടിച്ചാക്കാൻ പോവുകയാണ്? 4 ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എക്സിനെ 4x ആക്കാൻ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഒരു എക്സിനെ 4 ആക്കാൻ 1നെ 4 ആക്കാൻ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു എക്സ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. 4 ഇൻറ്റു എക്സ് മൈനസ് 2y ഈക്വൽ ടു -3. 4 ഇൻറ്റു എക്സ് 4x മൈനസ് 4 ഇൻറ്റു 2 8x ഈക്വൽ ടു 4 ഇൻറ്റു 3 മൈനസ് ഉണ്ട് -12. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്പർ കൊടുത്തു. ഇപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷനും ഒരുപോലെ, എക്സ് ടേം ഒരുപോലെയായി. ഇതിൽ വലിയ ടേം ഏതാണ്? 0 വരുന്നതാണ്. 0യും ഉണ്ട് -12ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ 3ന്ന് എന്ത് കുറയ്ക്കുക? 1 മൈനസ് ചെയ്യുക. തിരിച്ചു ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 3 മൈനസ് 1. 3 ഏതാണ് ഇക്വേഷൻ? 4x മൈനസ് 8y ഈക്വൽ ടു -12. അടുത്തത് ഫസ്റ്റ് ഇക്വേഷൻ 4x മൈനസ് 5y ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും ടേം ഈ 4xും 4xും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി. 0 ഇവിടെ ശ്രദ്ധിക്കുക. -8y ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -5y മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. -8y പ്ലസ് 5y. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 8ൽ നിന്ന് 5 കുറയ്ക്കുക. 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 3. വലുതിന് ചിഹ്നം എന്താണ്? മൈനസ്. -3y -3y ഈക്വൽ ടു -12 -0. അപ്പം ഉത്തരം വരിക -12. ഇനി -3y ഈക്വൽ ടു 12. -3y ഈക്വൽ ടു -12. ഈ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസലാക്കാം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. -3y ഈക്വൽ ടു -12. y ഈക്വൽ ടു എന്താ വരിക? -12 ബൈ ഇൻറ്റു ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ബൈ -3. മൈനസും മൈനസും കട്ട് ചെയ്ത് പോയി. y ഈക്വൽ ടു 12/3. 12/3 എത്രയാണ്? 3 ഇൻറ്റു 4 ആണ് 12. y ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്യുക. y ഈക്വൽ ടു 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 4x മൈനസ് 5y ഈക്വൽ ടു 0. 4x മൈനസ് 5 ഇൻറ്റു 4 ഈക്വൽ ടു 0. 4x ഈക്വൽ ടു ഇവിടെ -5 ഇൻറ്റു 4 20 ഈക്വൽ ടു 0. -20 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 4x മൈനസ് 20 ഈക്വൽ ടു 0. മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 4x ഈക്വൽ ടു 0 പ്ലസ് 20 വരും. x ഈക്വൽ ടു 20 ബൈ ഇൻറ്റു 4 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 20/4. 20/4 എത്രയാണ്? 4 ഇൻറ്റു 5 ആണ് 20. അപ്പോൾ x ഈക്വൽ ടു 5. അപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. y ഈക്വൽ ടു 4 ആൻഡ് x ഈക്വൽ ടു 5. ഏഴാമത്തെ ചോദ്യം. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? ഒരു നമ്പർ കൂടെ 11 ആഡ് ചെയ്ത് അതിൻ്റെ 2 മടങ്ങ് എടുത്തപ്പോൾ നമുക്ക് മറ്റൊരു നമ്പർ കിട്ടി. 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ. രണ്ടാമത്തെ നമ്പർ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ ഗീവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പർ എത്രയാണോ അതിൻ്റെ ഇരട്ടി കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ സംഖ്യ എക്സ്, ഒന്നാമത്തെ സംഖ്യ. അതേപോലെ ഇനി സെക്കൻഡ് നമ്പർ ഈക്വൽ ടു വൈ, രണ്ടാമത്തെ സംഖ്യ ഈക്വൽ ടു വൈ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ നമ്പർ എത്രയാണോ എക്സ്, അത് കൂടെ 11 ആഡ് ചെയ്തപ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ ട്വൈസ് 2 മടങ്ങ് കിട്ടി. രണ്ടാമത്തെ നമ്പറിൻ്റെ 2 മടങ്ങ് കിട്ടി. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2y. പിന്നെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ നമ്പർ
എത്രയാണോ രണ്ടാമത്തെ നമ്പർ y, അത് കൂടെ 20 ആഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്പർ എത്രയാണോ അതിൻ്റെ 2 മടങ്ങ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോവുകയാണ്? ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. y + 20 = 2x എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് അക്ഷരങ്ങളിലൊക്കെ ഒരു സ്ഥലത്തേക്ക് ആക്കി കഴിഞ്ഞാൽ +y - y ആയി മാറും. ബാക്കിയുടെ ആരുണ്ടാവും? 20 = 2x - y. ഇനി അതുപോലെ ഇതിൽ നിന്നും ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക? ഇവിടെ +11 ഉണ്ട്, x 2y. ഇവിടെ ചെയ്യുകയാണെങ്കിൽ x + 11 = 2y. ഇനി ഈ +2y അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് x - 2y = +11 അപ്പുറത്തേക്ക് പോകുമ്പോൾ -11. ഇത് രണ്ടാണ്, 2 ഇക്വേഷൻസ്. അതൊന്ന് എഴുതിയെടുക്കാം ആദ്യം. ഇക്വേഷൻ ഒന്നാമത്തത് x - 2y = -11. ഇക്വേഷൻ നമ്പർ 1. 2x - y = 20. ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻ്റെയും എക്സ് കോഎഫിഷ്യൻ്റ് y ഒന്നും എന്തല്ല, സെയിം അല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സെയിം ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ 2x ആണ്. ഫസ്റ്റ് ഇക്വേഷൻ്റെ എക്സിനെ 2 ആക്കാൻ വേണ്ടിയിട്ട് എത്രയായിട്ട് ഗുണിച്ചാൽ മതി? 2x ആക്കാൻ 2 ആയിട്ട് ഗുണിക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 × 2. അപ്പോൾ ഗുണിക്കാൻ പോവുകയാണ്. 2 × x 2x, 2 × 2 4, മൈനസ് ഉണ്ട്, -4y = 2 × 11 22, മൈനസ് ഉണ്ട്, -22. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 3ഉം 2ഉം എക്സ് കോഎഫിഷ്യൻ്റ് സെയിം ആയി. അപ്പോൾ 3 - 2 = ഇക്വേഷൻ നമ്പർ 3 2x - 4y = -22. രണ്ടാമത്തെ ഇക്വേഷൻ 2x - y = 20. മൈനസ് ചെയ്യുക. 2x - 2x 0. ഇനി -4y -y പ്ലസ് -4y + y. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 4y -1 y പോയാൽ 3y മൈനസ് ചിഹ്നം ഇടുക. -3y = -22 -20. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കൂട്ടുക. 22 + 20 42. വലുത് ചിഹ്നം മൈനസാണ്, മൈനസ് ഇടുക. -42. -3y = -42. y കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ. y = -42/-3. മൈനസും മൈനസും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ =42/3. y = 42/3. എത്ര കിട്ടും? 14 കിട്ടും. ഇതാണ് y. ഇനി ഈ yയുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y = 14 ഇൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 x - 2y = -11. x - 2 × 14 = -11. 14 × 2 28. x - 28 = -11. x = മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് -11 + 28 -11 + 28. 28 11 കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടുക. 28 11 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 17 = 17. വലുതിന് ചിഹ്നം എന്താണ്? പ്ലസ്. അപ്പോൾ 17 കിട്ടും. x 17 കിട്ടി. y എത്ര കിട്ടി? 14 കിട്ടി. ഇതാണ് 7ാമത്തെ ചോദ്യം. ഇതോടുകൂടി 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, നോട്ടുകൾ തയ്യാറാക്കുക, ഒപ്പം പഠിച്ചു പോവുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ
അടുത്ത പാഠമായിട്ട് തുടങ്ങാം. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.